ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണ്? നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ ഏതൊക്കെയാണ് വരുന്നത്, ബേസിക് ഇലക്ട്രോണിക്സ് എന്താണ്. ഇലക്ട്രോണിക്സിന്റെ കാര്യം നമ്മുടെ നിതിൻ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി പറയാനുള്ള നമുക്ക് അറിയോ ഇലക്ട്രിക്കലിന്റെ പോർഷനാണ്. യഥാർത്ഥത്തില് 2024 ഇലക്ട്രിക്കൽ ബേസിക് ഇലക്ട്രിക്കലിന്റെ ഫസ്റ്റ് ഇയറിന്റെ പോർഷൻ എവിടെയാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിലും കുറവാണ് ഇത്തവണ പോർഷൻസ്. പക്ഷെ ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ELCBയും മറ്റു നമ്മുടെ മോട്ടറിന്റെ എഫിഷ്യൻസിയും മോട്ടറും ഒക്കെ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സുകാരായാലും അവരെക്കാൾ കൂടുതൽ ഈ പറഞ്ഞു വന്ന മെറ്റ് ഡിപ്പാർട്ട്മെന്റുകാരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് മോട്ടോർ, എന്താണ് എഫിഷ്യൻസി, AC മോട്ടർ എന്താണ്, DC മോട്ടർ എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ്. ഒരു ബേസിക് ആയിട്ട് ELCB എന്താണ്, കാരണം വീട്ടിന് ശരിക്കും ഫ്യൂസ് പോയാൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെന്താണെന്നൊക്കെ ഒരു ഐഡിയ, ഇത് എർത്തിങ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് കുറച്ച് എക്സ്ട്രാ കുട്ടികൾക്ക് വേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ KCയിലും KVയിലും എല്ലാം ശരിക്കും ആര് പഠിക്കേണ്ടതാണ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആണ്, സർക്യൂട്ട് ബ്രാഞ്ചുകാർ മാത്രം പഠിക്കുന്നതാണ്. അതുകൊണ്ട് ആ പോർഷൻ ഒഴിവാക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ബേസിക് ഇലക്ട്രിക്കൽ സിലബസ് പറയുകയാണെങ്കിൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പാർട്ടേഴ്സ് ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ടൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഏതിൻ്റെ അകത്ത് നമ്മുടെ പഴയ 2019 സ്കീമിൽ അത് സ്കിപ്പ് ചെയ്തു നമ്മൾ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു KCL KVL എല്ലാം സ്കിപ്പ് ചെയ്തു. ആര്? നമ്മുടെ KTU. അത് വളരെ നല്ല തീരുമാനമാണ്. കാരണം എന്താണെന്നറിയോ, ഈ പറഞ്ഞ നമ്മുടെ സിവിലുകാരോ മെക്കാനിക്കലുകാരോ കമ്പ്യൂട്ടറുകാരോ പഠിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് എവിടേക്ക് കയറി, ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബ്രാഞ്ചിൽ S3യിലേക്ക് കയറി. കാരണം അവരപ്പം ബേസിക്സ് തൊട്ടേ പഠിച്ചു തുടങ്ങും. കഴിഞ്ഞ തവണ ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് 2019 സ്കീമിലുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ബേസിക്സും KCയിലും KVയിലും എല്ലാം ഫസ്റ്റ് ഇയറിലും അതിനുശേഷം S3 വരുമ്പോഴത്തേക്ക് നേരെ തീർത്തോട്ട് കയറണം. ഒരു ടീച്ചറിന് പഠിപ്പിക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റി വരും ആ സബ്ജക്ട് നെറ്റ്വർക്ക്. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിൽ എൻ്റെ ഡിഫറെന്റ് പോർഷൻസ് ആയിട്ട് KCയിലും KVയിലും തൊട്ടുള്ള പോർഷൻസ് കൃത്യമായിട്ട് അവിടെ തന്നെയാണ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്ന ആളാണ്. കൃത്യമായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് ഇലക്ട്രിക്കലിൽ അറിഞ്ഞിരിക്കേണ്ട ഒരാൾ എന്തൊക്കെയാണ്, മോട്ടർ എന്താണെന്ന് ആഫ്റ്റർ ഓൾ ഈവൻ ഇഫ് യു ആർ സിവിൽ അല്ലെ മെക്കാനിക്കൽ ആയിരുന്നാലും യു ഷുഡ് നോ ദാറ്റ്. ഒരു ജനറേറ്റർ എന്താണ്, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആകുന്നതാണ് ശരിക്കും മോട്ടർ, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നതാണ് ജനറേറ്റർ. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വി ഷുഡ് നോ ദാറ്റ്. പിന്നെ DC എന്താണ്, AC എന്താണെന്ന് സത്യത്തിൽ പറഞ്ഞുണ്ടല്ലോ, ACയുടെ ജനറേഷന് ശേഷമാണ് ഈ ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നത്. നമ്മുടെ എഡിസണും ഈ പറഞ്ഞ ടെസ്ലയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എഡിസൺ DC ആണ് കണ്ടുപിടിച്ചെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടു ആ മനുഷ്യൻ DC യെ നിലനിർത്താൻ. അല്ലെങ്കിൽ ലോകത്ത് DC മാത്രം മതി എന്ന് പറഞ്ഞ് ഒത്തിരിയധികം കഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞു വന്ന ടെസ്ല എത്തിയതിനു ശേഷം ടെസ്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ACയുടെ പ്രാധാന്യവും ACയുടെ ജനറേഷൻ കൊണ്ടുള്ള ആവശ്യകതയും എല്ലാം മനസ്സിലാക്കി. അതിനുശേഷം പതുക്കെ പതുക്കെ ലോകം അതിലേക്ക് മാറി. ടെസ്ലയുടെ ഈ പറഞ്ഞു വന്ന കണ്ടുപിടുത്തത്തിന് ശേഷമാണ് ലോകത്ത് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചും ഈ പറഞ്ഞ AC എന്താണ്, AC അനാലിസിസ് എന്താണ്, ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് അറിയുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. ആഫ്റ്റർ ഓൾ യു ആർ സപ്പോസ് ടു ബി സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും യു ഷുഡ് നോ ദിസ് മച്ച് അബൌട്ട് ഇലക്ട്രിസിറ്റി ഓൾസോ. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് മെഷീനായാലും ഇലക്ട്രിസിറ്റിയും കൂടെ ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. അപ്പോൾ ഒനിവേ, അപ്പൊ നമ്മൾ പറയുന്നത് അപ്ലൈ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് സർക്യൂട്ട് ലോ സോൾവ് DC ആൻഡ് AC സർക്യൂട്ട്. അവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ബേസിക് നമ്മൾ ഈ പറഞ്ഞു വന്ന ഫണ്ടമെന്റൽ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള നമ്മുടെ +2 പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന അവയർനെസ് ഓഫ് ഫണ്ടമെന്റൽ ഇലക്ട്രിക് പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ നമ്മൾ പവർ സിസ്റ്റത്തിന്റെ ഒരു ബേസിക്സ് ആണ് പറഞ്ഞത്. ജസ്റ്റ് ഈ പറയുന്ന എന്തൊക്കെയാണ്, കാരണം നമ്മൾ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അതൊക്കെ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് നോ ദാറ്റ്. കാരണം ഈവൻ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ വൺ എൻവയറമെന്റ്, ഒരു ഇൻഡസ്ട്രിയൽ എൻവയറമെന്റ് ആണെങ്കിൽ എന്താ പറയുന്നത്, ഒരു AC അല്ലെങ്കിൽ DC എന്താണെന്നുള്ള ഒരു നോളജ് ഒക്കെ യു ഷുഡ് ഹാവ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കമ്പയർ DC ആൻഡ് AC മോട്ടേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ELCB ഇവിടെ നമ്മൾ പറയുകയാണ് ELCB അങ്ങനെയുള്ള ഫ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി മൊഡ്യൂളൊന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ പറയുകയാണെങ്കിൽ ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നുണ്ട്, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പറയുന്നുണ്ട്, ജനറേഷൻ പറയുന്നുണ്ട്, AC വോൾട്ടേജ്, കറണ്ട്, സൈനുസോയിഡ് വേവ്ഫോം, ഫ്രീക്വൻസി, ആവറേജ് പീരീഡ്, ഫോം ഫാക്ടർ, റിപ്പിൾ ഫാക്ടർ. ഇതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞോളം പഠിച്ചാണ്. ഒരു ബേസിക് ആയിട്ട് ഒരു വേവ് ഫോം ആണ് നമ്മുടെ AC കത്തുന്നത്. ഫോം ഫാം, റിപ്പിൾ ഫാക്ടർ എല്ലാം കണ്ടുപിടിക്കുകയാണ്. പിന്നെ റെസിസ്റ്റൻസ്, സീരീസ് പാരലൽ, ഓംസ് ലോ, ക്രിർഷോഫ്സ് ലോ, കറണ്ട് ഡിവിഷൻ റൂൾ. ക്രിർഷോഫ്സ് ലോ പറയുന്നുണ്ട്, പക്ഷെ നോഡൽ അനാലിസിസോ മെഷ് അനാലിസിസോ നമ്മൾ എന്ത് ചെയ്തു, ഒഴിവാക്കി ഈ പോർഷനിൽ. അത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചുകാർ പഠിക്കണം. അപ്പൊ ഇനി പറയുന്ന AC സർക്യൂട്ട് ആണ്. പ്യൂർലി റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റൻസ് എന്താണ്, ഇൻഡക്ടർ എന്താണ്, കപ്പാസിറ്റീവ്, റിയാക്ടൻസ് എന്താണ്, ഇംപെഡൻസിന്റെ കൺസെപ്റ്റ്.
അതിനുശേഷം എ സിയുടെ റെപ്രസെന്റേഷനിൽ 3 ഫേസ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ, റിലേഷൻ ബിറ്റ്വീൻ ലൈൻസ്, ഫേസ് വോൾട്ടേജ്, ഇതെല്ലാം പഠിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് കഴിഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത് തന്നെയാണ് ഈ 2019 സ്കീമിൽ. എന്നാൽ നമുക്ക് ഈ പറഞ്ഞു വന്ന വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞു വന്ന നോഡൽ അനാലിസിസും പിന്നെ ഈ പറഞ്ഞ മെഷ് അനാലിസിസ് ഒഴിവാക്കി അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു സെക്കൻഡ് മൊഡ്യൂളായിട്ട് നമ്മൾ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ പറയുന്നുണ്ട്, സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും, അതെല്ലാം പാടെ ഒഴിവാക്കി. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞത് രണ്ടാമത്തെ മൊഡ്യൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും രണ്ടുകൂടെ കമ്പൈൻഡ് ആയതുകൊണ്ട് 2 മൊഡ്യൂളുകൾ ഇലക്ട്രിക്കൽ, 2 മൊഡ്യൂളും ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിന്റെ കാര്യം ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് സെക്കൻഡ് മൊഡ്യൂൾ, അവിടെ ഹൈഡ്രോ തെർമൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതെല്ലാം നമ്മൾ അറിയേണ്ടതാണ്. നോൺ കൺവെൻഷൻ, സോളാർ, വിൻഡ്, ഹൈഡ്രോ പ്ലാന്റ്, PV സിസ്റ്റം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഇങ്ങനെ പറയുന്നത് അറിയോ? ഒരു ജനറൽ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു എഞ്ചിനീയർ ആകുമ്പോൾ ഇതൊക്കെ അറിവുണ്ടാകേണ്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ KT അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. സിംഗിൾ ഫേസ്, 3 ഫേസ് സിസ്റ്റം, 3 ഫേസ് വയർ, 4 വയർ സിസ്റ്റം, ഇതെല്ലാം പഠിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് വളരെ സിമ്പിൾ തന്നെയാണ്. ട്രാൻസ്മിഷൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ, ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ്. വീട്ടിലെ സർവീസ് മെയിൻസ് എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ ഒരു എഞ്ചിനീയറിന്, ഈവൻ ഇഫ് യു ആർ നോട്ട് എ ഇലക്ട്രിക്കൽ, അത് അറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു തെറ്റുമില്ല, ഇതെല്ലാം പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് മോട്ടേഴ്സ്, ബ്ലോക്ക് ഡയഗ്രാം, പവർ സ്റ്റേജ്, എഫിഷ്യൻസി, ന്യൂമറിക്കൽ എഫിഷ്യൻസി, അതെല്ലാം നമുക്ക് സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസും എല്ലാം പറയുന്നുണ്ട്. കാരണം ഇവിടെ പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആൻഡ് ഓവറോൾ എഫിഷ്യൻസി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് AC മോട്ടേഴ്സ്, DC മോട്ടേഴ്സ്, കോമൺ ആപ്ലിക്കേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാക്ഷൻ ആപ്ലിക്കേഷൻ. ട്രാക്ഷനിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞു വന്ന അടുത്ത എർത്തിങ് ടൈപ്സ് ഓഫ് എർത്തിങ്, പൈപ്പ് എർത്തിങ് ഉണ്ട്, പ്ലേറ്റ് എർത്തിങ് ഉണ്ട്, അത് രണ്ട് പറയുന്നുണ്ട്. പിന്നെ MCB, ELCB, RCC, ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ പറയുന്നത്. അപ്പൊ ആഫ്റ്റർ ഓൾ 2019-2023 സ്കീം തമ്മിൽ പറയുകയാണെങ്കിൽ കുറച്ചേറെ പോർഷൻസ് ഒഴിവാക്കി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രാഞ്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് എർത്തിങ്ങും ഈ പറഞ്ഞ ELCBയും പിന്നെ ഈ പറഞ്ഞു വന്ന ഡിഫറെന്റ് മോട്ടേഴ്സും ഈ പറഞ്ഞ ജനറേഷനും പവർ സിസ്റ്റത്തിന്റെ ഒരു ബേസിക്സും ഈ പറഞ്ഞ അത് ഈവൻ ഇഫ് ഇലക്ട്രോണിക്സ് ആയിട്ട് അറിയേണ്ടത് തന്നെയാണ്. പിന്നെ സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ പ്ലാന്റ്, PV സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചിട്ട് ബേസിക് എക്സ്ട്രാ ആഡ് ചെയ്യിച്ചു. ഫസ്റ്റ് ഇയേഴ്സിന്റെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് 2024 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സസ് ഉണ്ട്. ഫ്രീ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ 10 സബ്ജക്റ്റ് അല്ലെങ്കിൽ 10 അല്ല, കഴിഞ്ഞോടെയായിരുന്നു 10 സബ്ജക്റ്റ്, ഇത്തവണ നമുക്ക് 16 സബ്ജക്റ്റ് വരുമ്പോൾ ഉണ്ടാവും. അപ്പൊ ആ പറഞ്ഞു വന്ന എല്ലാ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് ഉണ്ടാവും. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, മാരത്തോൺ ക്ലാസ്സസ്. നമുക്ക് എല്ലാ ദിവസവും ക്ലാസ്സസ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വേണ്ട എല്ലാ പോർഷൻസും ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ബേസിക്സ് ആയിട്ടുള്ള ഇലക്ട്രിക്കലിന്റെ നമ്മുടെ ക്ലാസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു മാക്സിമം 10 hours കൂടി വേണ്ടി വരും. അതിന് ഞാൻ പറയാലോ ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്യൂട്ടിന്റെ പ്രോബ്ലംസ് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ ഒരു 5 hours മതിയാവും. മറ്റൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്ര വരും, ഒരു ഈ പറഞ്ഞു വന്ന മാക്സിമം ഒരു 5 to 10 hours വേണ്ടി വരുള്ളൂ. അത് 10 hours താഴെ ആകാൻ ചാൻസ്. പിന്നെ ഈ പറഞ്ഞ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. 2019 ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ 2019 സ്കീം വരെ ഈ പറയുന്ന പോർഷൻസ് MS ഈ ELCB, MCCB ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ കണ്ടെത്തേണ്ടി വരും. എന്നാലും ഇത് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ബുക്കും നിങ്ങൾക്കുള്ള ക്ലാസ്സസ് ഉണ്ടാകുന്നത്. അപ്പം ഈ പറയുന്ന അഡ്മിഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്കൊരു നമ്പർ ഒക്കെ എഴുതുന്നുണ്ട്, അതിൽ വിളിച്ചോളുക. അപ്പൊ എനിവേ നമുക്ക് ഒന്നേന്ന് പഠിച്ചു തുടങ്ങാം. വളരെ സിമ്പിളായി ഈ പറയുന്ന പോർഷൻസ്. അപ്പൊ ടേക്ക് കെയർ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.